വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് അങ്ങനെ കാത്തിരുന്നിട്ടുള്ള ആ ദിവസം എത്തിയിട്ടാണ്. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു കൊടുങ്ങല്ലൂർ പോകണം, തൃപ്രയാർ അമ്പലത്തിൽ പോകണം, ഗുരുവായൂർ പോകണം എന്നൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലങ്ങളിലേക്ക് വരുന്നത്. ഞാൻ ഇന്നേ വരെ ഗുരുവായൂർ കണ്ടിട്ടുണ്ട്, വേറെ എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു പൂക്കും കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഒരു 5 മണിയൊക്കെ ആ ടൈമിലൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ ബസ്സിന് ഗുരുവായൂർ വന്ന് ഇറങ്ങി. അപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് തൊഴുതിട്ട് ബസ് കയറി ആദ്യം കൊടുങ്ങല്ലൂർ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് മുല്ലപ്പൂവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ജാനുകുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പൂവൊക്കെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അവൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങി ഉണ്ണിക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാനും വെച്ചു. അവ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് അവളിങ്ങനെ നടക്കണം കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾ. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുന്നത്. വെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് കയറുകയാണ്. പുറത്തു നിന്ന് തൊഴുതിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങും കേട്ടോ. അപ്പോൾ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, വലുതായിട്ട് വലിയ തിരക്കൊന്നുമില്ല. കാരണം പുലർച്ചെ ടൈമാണ്, എല്ലാവരും എത്തുന്നില്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജാനുകുട്ടിക്ക് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ വാങ്ങി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ എന്താ പറയുക, കോളേജിൽ പഠിക്കുമ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരേനൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരേനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ബസ് വന്നപ്പോൾ നമ്മൾ ബസ് കയറിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ബസ്സിനായിട്ട്. അപ്പോൾ ജാനുകുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇപ്പോൾ ഉഷാറായി എന്നൊക്കെ ചോദിക്കാനായിട്ടാ. അങ്ങനെ നമ്മുടെ ബസ് വന്നു. അപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ആളോട് ചോദിക്കുകയാണ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എത്തില്ലേന്ന്. കാരണം നമ്മളിപ്പോൾ കുറേ ആയിട്ട് ബസ്സിനൊന്നും പോവാറില്ല, വണ്ടി ഉള്ളതുകൊണ്ട് ബൈക്കിലാണ് ഫുള്ള് യാത്ര. അപ്പോൾ ഈ ലോങ് സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ എന്താ പറയുക ബസ്സിനൊക്കെ പോവാറുള്ളൂ. പിന്നെ അമ്മയും കൂടി ഉണ്ടല്ലോ, 2 പേരാണെങ്കിൽ പിന്നെയും പോവാം. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വണ്ടിയിലുള്ള ബൈക്ക് യാത്ര എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഉണ്ണീനെ വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ചിരിക്കാൻ തന്നെ സാധിച്ചു. വലിയ സീറ്റ് തന്നെയായിരുന്നു. അപ്പോൾ 3 പേരും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു യാത്ര. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബസ് യാത്ര എനിക്ക് നോർമലി വലിയ ഇഷ്ടമല്ല, ബസ്സും കാറും ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ബൈക്കാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാനുകുട്ടിയുടെ കണ്ണ് മൊത്തം അവിടേക്കാണ് കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ വരുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കായിരുന്നു. അപ്പോൾ ആൾ പിന്നെ ഒറ്റോട്ടം എങ്ങോട്ടൊന്നുമില്ലാതെയാണ് പോകുന്നത്. ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. അപ്പം അങ്ങനെ അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പം നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, എന്താ പറയുക, പണ്ടൊന്നും അധികം കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. ആർക്കും അസുഖങ്ങളൊന്നും വരുത്തല്ലേ അങ്ങനെ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനുണ്ടാവാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പറയാനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് തൃപ്രയാർ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് അമ്പലത്തിൽ വന്നിട്ട് പെട്ടെന്ന് പോകുന്നതൊന്നും ഇഷ്ടമല്ല, കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത് ഇഷ്ടമുള്ള. അതുപോലൊക്കെ തന്നെ സാധിച്ചു. എനിക്ക് അമ്പലത്തിൽ തൊഴുത് കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തൃപ്രയാർ അമ്പലത്തിലോട്ട് ബസ് കയറുന്നത്. അപ്പോൾ ഏട്ടന് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആളും ഭയങ്കര പ്രാർത്ഥനയിലാണ്.
അപ്പോൾ ജാനക്കുട്ടിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വന്നേക്കായിരുന്നു കേട്ടോ. ഈ മറ്റേ കുഞ്ഞി കരിമണിയുടെ വളയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ.